കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏവർക്കും പ്രഭാത വന്ദനങ്ങൾ. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. യേശു ബഥാനിയയിലെ മാർത്തയുടെയും മറിയയുടെയും ഭവനത്തിൽ വെളിപ്പെടുത്തിയ 2 ദൂതുകൾ നാം കഴിഞ്ഞ ദിവസം പഠിക്കാനിടയായി. എന്തുകൊണ്ട് ആ വീട്ടിൽ മരണം സംഭവിച്ചു? എന്തുകൊണ്ട് യേശു വരുവാൻ താമസിച്ചു? എന്തുകൊണ്ട് അവരുടെ പ്രതീക്ഷകൾ പോലെ കാര്യങ്ങൾ സംഭവിച്ചില്ല? എപ്പോഴാണ് ദൈവം പ്രവർത്തിച്ചത്? എന്താണ് ദൈവത്തിന്റെ സമയം? എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലും കർത്താവിന്റെ ഇടപെടി ഉണ്ടാകുന്നത്? പ്രിയരെ, നാം കടന്നു വന്ന ഏത് ജീവിത സാഹചര്യമാണെങ്കിലും ദൈവത്തിൻ്റെതായിട്ടുള്ള വഴിയുണ്ട്, അതിനുള്ള മാർഗങ്ങളുണ്ട്, പദ്ധതികളുണ്ട്, ദൈവം ചെയ്യുന്ന പ്രവർത്തന രൂപരേഖകളുണ്ട്. ഒരുപക്ഷെ അത് കണ്ണിന് അഗോചരമായിരിക്കും, നമുക്കൊരിക്കലും മനസ്സിലാക്കാൻ കഴിയുകയില്ല, അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ അത് വെളിപ്പെട്ട് ലഭിക്കുകയില്ല. നമുക്കത് വെളിപ്പെട്ട് കിട്ടിയില്ലെങ്കിലും നാം അവിശ്വസിക്കരുത്, നാം പിന്മാറരുത്, നാം മടുത്തു പോകരുത്, നാം പ്രതീക്ഷ അവസാനിപ്പിക്കരുത്. വീണ്ടും ആശയോടെ കാത്തിരിക്കുവാൻ, പ്രത്യാശയോടെ വാഗ്ദാനങ്ങളെ അല്ലെങ്കിൽ വാഗ്ദത്തങ്ങളെ നോക്കിക്കാണുവാൻ നമുക്കിടയാകണം എന്നുള്ളതാണ് ഈ അധ്യായത്തിൽ നിന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്. മാർത്തയുടെയും മറിയയുടെയും പ്രതീക്ഷകൾ പോലെ, ആഗ്രഹങ്ങൾ പോലെ അവിടെ സംഭവിച്ചില്ല. ലാസർ ദീനമായി കിടന്നപ്പോഴോ അല്ലെങ്കിൽ ആ രോഗം മരണത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പെയോ യേശു ആ വീട്ടിലേക്ക് വന്നില്ല. യേശു താമസിച്ചു. വീണ്ടും യേശു താമസിച്ചു. ശിഷ്യന്മാർ നിർബന്ധിച്ചിരിക്കുകയും കർത്താവ് വരുവാൻ മനസ്സ് വെച്ചില്ല. കർത്താവിന്റെ കൂടെയുള്ള ശിഷ്യ സമൂഹം ആവർത്തിച്ച് പറഞ്ഞു, ഗുരു, നമ്മുടെ സ്നേഹിതന ലാസർ ഇപ്പോൾ മരിച്ചു കാണും, നമുക്ക് ഇപ്പോഴെങ്കിലും ആ വീട്ടിലേക്ക് പോകണം. കാരണം ദൈവിക പദ്ധതികള്, ദൈവിക പ്ലാനുകള്, ദൈവിക വഴികള്, ഒരു വിഷയത്തിന്മേലുള്ള ദൈവത്തിന്റെ അത്യന്തികമായ ഹിതം അവർക്കാർക്കും, ശിഷ്യന്മാർക്ക് പോലും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ലാസറോ നിദ്ര കൊള്ളുകയാണ്. അവിടുത്തെ മരണത്തെ കർത്താവ് നിദ്രയായിട്ട്, ഉറക്കം, നിശ്ചിത സമയം കഴിയുമ്പോൾ ഉറക്കത്തിൽ നിന്ന് ഉണരും. അത് കർത്താവിനറിയാം. ഒടുക്കത്തെ ശത്രുവായ മരണം ആ വീട്ടിലേക്ക് പ്രവേശിച്ചുവെങ്കിലും ജീവന്റെയും പുനരുത്ഥാനത്തിന്റെ നായകനായ ക്രിസ്തു തക്ക സമയത്ത് ആ ഭവനത്തിലേക്ക് പോവുകയാണ്. നമ്മുടെ നിർബന്ധമോ അല്ലെങ്കിൽ നമ്മുടെ കണക്കൂട്ടലുകളോ അസ്തമിച്ചെന്ന് വന്നാലും തെറ്റിയാലും ഒരിക്കലും നമ്മുടെ വിഷയങ്ങളുമേൽ കർത്താവ് പ്രവർത്തിക്കാൻ താമസിക്കുന്നില്ല. അവിടെ യേശു നേരത്തെ ചെന്നില്ല, താമസിച്ചതുമില്ല. പ്രിയമുള്ളവരെ, അതിനെയാണ് തക്ക സമയം എന്ന് പറയുന്നത്. 1 പത്രോസ് ലേഖനം 5-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടതിന് അവന് ബലമുള്ള ഭുജത്തിൻ താടിരിപ്പി. അപ്രകാരം ഒരു ദൈവത്തിന്റെ അപ്പോയിന്റഡ് ടൈം, അതാണ് തക്ക സമയം. അതൊരിക്കലും നേരത്തെ ആകുന്നുമില്ല, താമസിക്കുന്നുമില്ല. ഈ സന്ദർഭങ്ങൾ കൂടി എല്ലാം മാർത്തയും മറിയയും ശിഷ്യന്മാരും എല്ലാം കടന്നുപോയപ്പോഴും അവർക്ക് ഒത്തിരി വിശ്വാസം പഠിക്കുവാൻ കഴിഞ്ഞു. ദൈവം നമ്മെ വിശ്വാസം പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ വിശ്വാസം പരിശീലിപ്പിക്കുന്നു. നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ കർത്താവിന്റെ ചില മൗനതകൾ, താമസങ്ങൾ, നാം കാണുന്ന ചില തടസ്സങ്ങൾ, പ്രിയമുള്ളവരെ, എന്നേക്കുമായി നിങ്ങളുടെ വിടുതലുകളുടെ മേലുള്ള തടസ്സങ്ങളല്ല. അത് ഒരിക്കലും കാലതാമസം വരുത്തുകയില്ല. ദൈവം താമസിക്കുന്നുമില്ല. തക്ക സമയത്ത് നിങ്ങൾക്ക് വേണ്ടി കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യും. ഈ ഭാഗങ്ങൾ നാം പഠിക്കുമ്പോൾ നമുക്ക് കൂടുതൽ യേശുവിൽ വിശ്വസിക്കാൻ കഴിയണം. എപ്രകാരമായിരുന്നു ദൈവത്തിന്റെ ഇടപെടൽ? ചില നാളുകൾക്ക് മുമ്പ് യേശു പറഞ്ഞു, മാർത്തേ, നിന്നിൽ നിന്ന് ചിലത് അപഹരിക്കപ്പെടും, മോഷ്ടിക്കപ്പെടും, എടുത്തുകൊണ്ട് പോകും, കണ്ണിന്റെ മുമ്പിൽ നിന്ന് അപ്രത്യക്ഷമാണ്. അതുപോലെ സംഭവിച്ചു. ചില ദിവസങ്ങൾ ലാസർ കല്ലറയ്ക്കുള്ളിൽ ഇരിക്കേണ്ടി വന്നു. ഇപ്പോൾ മാർത്തയുടെ മുമ്പിൽ ലാസർ ഇല്ല, മോഷ്ടിക്കപ്പെട്ടു, മരണം എടുത്തുകൊണ്ട് പോയി. ഒടുക്കത്തെ ശത്രു ലാസറിനെ അപഹരിച്ചു. വീണ്ടും ശിഷ്യന്മാർ യേശുവിനെ നിർബന്ധിച്ചപ്പോൾ കർത്താവിന്റെ മറുപടി, പകൽ സമയത്ത് നടക്കുന്നവൻ സൂര്യന്റെ വെളിച്ചം കാണുന്നത് കൊണ്ട് ഇടറിപ്പോകുന്നില്ല. എന്താണ് അതിനർത്ഥം? ബഥാനിയയിലെ കുടുംബം ജീവന്റെ വെളിച്ചത്തിൽ നിന്ന് ഇപ്പോൾ അവർ തപ്പിത്തടയുകയാണ്. ലോകത്തിന് വെളിച്ചമായവനാണ്, ജീവനായവനാണ് ഈ കുടുംബത്തിൽ വന്നുപോയത്. പക്ഷെ അവർ ഇപ്പോഴും ഇരുട്ടിൽ വസിക്കുന്നവരാണ്. വെളിച്ചമായ ജീവനായ ക്രിസ്തുവിനെ ആ കുടുംബം അറിയുവാൻ കഴിഞ്ഞിരുന്നില്ല, അല്ലെങ്കിൽ താമസിച്ചു. അറിഞ്ഞിരുന്നുവെങ്കിലും വേണ്ട രീതിയിൽ കർത്താവിനെ അനുഭവിച്ചറിഞ്ഞില്ല. അതുകൊണ്ട് ചില നിമിഷങ്ങൾ, ചില മണിക്കൂറുകൾ, ചില സമയങ്ങൾ ലാസർ കല്ലറയിൽ അടയ്ക്കപ്പെട്ടവനായി, കെട്ടപ്പെട്ടവനായി, ഇപ്പോൾ നാറ്റപ്പച്ചവനായി ലാസർ മാറി. നാം ആ ഭാഗങ്ങൾ വായിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 21 മുതൽ വാക്യങ്ങൾ നാം വീണ്ടും പഠിക്കുമ്പോൾ മാർത്ത ഇപ്രകാരം പറയുന്നു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ എനിക്കില്ല. യേശുവിന്റെ മറുപടി, മാർത്ത, നിന്റെ സഹോദരൻ ജീവിക്കും. ഉടനെ വീണ്ടും ആ സഹോദരിയുടെ ഉത്തരം, അതേ കർത്താവേ, ഒടുക്കത്തെ പുനരുത്ഥാനത്തിൽ എന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. ഞാൻ ഇവിടെ പറയട്ടെ, മാർത്തയ്ക്ക് വിശ്വാസമുണ്ടായിരുന്നു. ഇന്നലകളിൽ യേശുവിനെ ചെയ്യുവാൻ കഴിയും, അല്ലെങ്കിൽ നാളെയും കഴിയും. നാളെ എന്ന് പറയുന്നത് ഇതുവരെ സംഭവിക്കാത്തൊരു കാര്യമാണ്. ഒടുക്കത്തെ പുനരുത്ഥാനം, ക്രിസ്തുവിനെ കാഹളധ്വനിയിൽ മരിച്ചവർ ആബാലവൃത്തം ഉയർത്തെഴുന്നേൽക്കുമ്പോൾ എന്റെ സഹോദരൻ ലാസറും വിശുദ്ധന്മാരുടെ നിലയിൽ മരിച്ചവരിൽ നിന്ന് താൻ കല്ലറുകളെ ഭേദിച്ച് ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള വിശ്വാസം മാർത്തയ്ക്കുണ്ട്. നിങ്ങൾ ഒന്നുകൂടെ അത് ഭാഗങ്ങൾ പഠിച്ചാൽ കർത്താവിനോട് മാർത്ത പറയുന്നത്, രോഗങ്ങളിൽ നിന്ന് സൗഖ്യമാക്കുവാൻ യേശുവിന് കഴിയും, അല്ലെങ്കിൽ ദീനത്തിന് വിടുവിക്കുവാൻ യേശുവിന് കഴിയും. അതൊരു കംപ്ലൈന്റ് പോലാണ് പറയുന്നത്, ഒരു ആവലാതി പോലെ. ഇന്നലകളിൽ യേശുവിന് പ്രവർത്തിക്കാൻ കഴിയും, നാളെയും കഴിയും. നാളെ കഴിയുമെന്ന് പറഞ്ഞാൽ നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിൽ ലാസറും കാണും. അതിനർത്ഥം ഇന്നലെയും കഴിയും, നാളെയും കഴിയും, പക്ഷെ ഇന്ന് കഴിയത്തില്ല. കർത്താവിന്റെ മറുപടി, മാർത്തേ, ഞാൻ ഇന്നലെയുടെ മാത്രം ദൈവമല്ല, ഞാൻ നാളെയുടെ മാത്രം ദൈവമല്ല, ഞാൻ ഇന്നിന്റെ ദൈവമാണ്. പ്രിയമുള്ളവരെ,
ഞാനിവിടെ അവസാനിപ്പിക്കട്ടെ. എന്താണ് നിങ്ങളുടെ ഇന്നത്തെ വിഷയം, ഇന്നത്തെ ആവശ്യം, ഇന്നത്തെ നിങ്ങളുടെ ചിന്താകുലങ്ങൾ, ഇന്ന് നിങ്ങൾ നേരിടുന്ന ക്രൈസിസ്, നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ചലഞ്ചസ്, നിങ്ങൾ കടന്നു പോകുന്ന ജീവിത അനുഭവങ്ങളിൽ എന്താണ് നിങ്ങളുടെ ഫെൽറ്റ് നീഡ്, അടിയന്തര ആവശ്യം? മാർത്ത പറയുന്നു, കർത്താവേ, നീ താമസിച്ചു, ഒത്തിരി ഡിലേ ആയി. ഞങ്ങൾ ചിന്തിച്ചു അങ്ങ് ഞങ്ങളെ ഡിനേ ചെയ്തു. ഞങ്ങളുടെ അപേക്ഷകൾക്ക് മറുപടിയില്ല, പ്രാർത്ഥനകൾക്ക് മറുപടിയില്ല. ഈ വീട്ടിലേക്ക് കർത്താവ് തിരിഞ്ഞു നോക്കിയില്ല. മരിച്ച മനുഷ്യന്റെ ഭൗതിക ശരീരം കാണുവാൻ പോലും, യാസറിന്റെ അവസാനം നോക്കി കാണുവാൻ പോലും കർത്താവ് എത്തിയില്ല. പ്രിയരെ, എന്തായിരുന്നു യേശുവിന്റെ പ്രതികരണം? നേരത്തെ യേശു വന്നായിരുന്നെങ്കിൽ ഒരു രോഗശാന്തി നൽകുവാൻ, സൗഖ്യം നൽകുവാൻ, അല്ലെങ്കിൽ ലാസറിനുണ്ടായ ദീനത്തിൽ നിന്ന് തന്നെ പിടിപ്പിക്കുവാൻ മാത്രമേ കർത്താവിന് കഴിയുകയുള്ളൂ എന്നവർ ചിന്തിക്കും. പക്ഷേ ആ ഭവനത്തിൽ വലിയൊരു മഹത്വം വെളിപ്പെടുത്തുവാൻ ചില ദിവസങ്ങൾ യേശു താമസിച്ചു. അവർ പ്രതീക്ഷ പോലെ, വിചാരങ്ങൾ പോലെ, ചിന്തകൾ പോലെ, അവർ അറിവുകൾ പോലെ, അവർ ധാരണകൾ പോലെ കർത്താവ് ആ ഭവനത്തിലേക്ക് വന്നില്ല. പക്ഷേ ആ താമസം, ആ തടസ്സം, ആ മൗനത, ആ ഡിലേ, ഞാനിവിടെ പറയട്ടെ പ്രിയമുള്ളവരെ, എന്നൊക്കെ ഒരു തിരസ്കരണമല്ലായിരുന്നു, ഒരു അവഗണനയല്ലായിരുന്നു. ആ ഭവനത്തിലേക്ക് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. നമുക്ക് ധാരാളം ഭാഗങ്ങൾ ഈ വിഷയത്തിൽ ചിന്തിക്കുവാനുണ്ട്. തുടർന്നും ഈ സന്ദേശം നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം. ആയിരങ്ങൾക്ക് ഈ ദൂതുകൾ പ്രയോജനമായി തീരും. ദൈവം നമ്മെ സഹായിക്കട്ടെ. തുടർന്നുള്ള ചിന്തകൾ കേൾക്കുവാൻ വളരെ പ്രാർത്ഥനയോടെ നമുക്ക് വീണ്ടും അടുത്ത ദിവസങ്ങളിൽ തിരുസന്നിധി എന്നുള്ള എപ്പിസോഡ് നമുക്ക് ശ്രമിക്കാം. ഈ പഠനങ്ങൾ, ഈ വെളിപ്പാടുകൾ നിങ്ങൾക്ക് ജീവനായി, ജയമായി മാറും. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.